പുനഃപരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വകുപ്പ് സെക്രട്ടറിമാരുമായി ഉന്നതതല യോഗം ചേർന്നു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ തുടർ നടപടിക്രമങ്ങൾ വരെ രഹസ്യ സ്വഭാവം പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിനീത വിജിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു സംഭവമാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്തായാലും UG പുനഃപരീക്ഷ നടക്കാനിരിക്കെ തയ്യാറെടുപ്പുകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ എങ്ങനെയാകും പരീക്ഷയുടെ ക്രമീകരണങ്ങളെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ടോ? നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഒപ്പം തന്നെ നീറ്റ് ചോദ്യപേപ്പർ വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, പറയൂ. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് NTA സന്ദർശിച്ചുവെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ഈ സാഹചര്യം പരിശോധിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത് ഗുരുതരമായിട്ടുള്ള പിഴവാണെന്നും ഇനി അത്തരം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വീഴ്ചയുണ്ടായവരുടെ ഭാഗത്തു നിന്ന് അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കരാർ ഏറ്റെടുത്തവർ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതിബദ്ധത പുലർത്താൻ അവർ ബാധ്യസ്ഥരാണെന്നും പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.